നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് നടന്നത് നാടകീയ രംഗങ്ങൾ. സ്പീക്കറുടെ ഡയസിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ടി സിദ്ദിഖ് MLA നീക്കം. രാഹുലിനെതിരായ പരാമർശത്തിൽ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആരോപിച്ച് സണ്ണി ജോസഫ് MLA നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അടിയന്തര സാഹചര്യമോ പ്രാധാന്യമോ ഇല്ലാത്തതിനാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനാകില്ലെന്നാണ് സ്പീക്കർ പറഞ്ഞത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകാത്തതിനാണ് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ BJP വക്താവ് പ്രിന്റു മഹാദേവ് ചാനൽ ചർച്ചയ്ക്കിടെ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അടിയന്തര പ്രമേയം. എന്നാൽ വിഷയത്തിന് പ്രാധാന്യവും അടിയന്തര സ്വഭാവവും ഇല്ലെന്ന് സ്പീക്കർ AN ഷംസീർ പറയുകയും അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുകയുമായിരുന്നു. റൂൾ 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ്. നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. സ്പീക്കർ പിന്നാലെ മൈക്ക് ഓഫ് ചെയ്തു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയായിരുന്നു. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ MLA-മാർ പ്രതിഷേധിച്ചു. സ്പീക്കർക്കെതിരെ ബാനർ ഉയർത്തിയും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കർ നീതി പാലിക്കണമെന്നും പ്രതിപക്ഷം പറഞ്ഞു. സ്പീക്കറുടെ ഡയസിൽ തള്ളിക്കയറാനും ശ്രമം നടന്നു. അവിടെ ഇരിക്കട്ടെ മൈക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി. അടിയന്തര പ്രമേയ നോട്ടീസ് ഗൗരവമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്തെ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അയാൾക്കെതിരായി 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമം നടത്തുന്നു. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട്. അയാളെ കേസ് പോലും എടുത്തത് അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനി നിയമസഭ അടുത്ത മാസം 6-ന് ചേരും. ജനം, തിരുവനന്തപുരം.